ആമേൻ. ഇന്നത്തെ ചിന്താവിഷയത്തിന് എടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം പുറപ്പാട് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അവൻ നോക്കിയപ്പോൾ മുൾപടർപ്പ് തീപിടിച്ച് കത്തുന്നതും മുൾപടർപ്പ് വെന്തു പോകാതിരിക്കുന്നതും കണ്ടു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷ കർത്താവ് കേൾക്കുന്നവർക്ക് അനുഗ്രഹമായി തീരാൻ സഹായിക്കണമേ. കൃപയാൽ തന്നെ രോഗികളാർക്ക് വിടുതൽ കൊടുക്കണമേ. അതുപോലെ തന്നെ ആശ്വാസമുള്ളവർക്ക് ആശ്വാസം കൊടുക്കണമേ. കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടേണ്ട ക്രമങ്ങൾ ശുശ്രൂഷയായിത്തീരാൻ സഹായിക്കണമേ. നാവിൻ്റെ പരിശുദ്ധാത്മ ക്രിയ ചെന്നതാണ് സകലം കർത്താവിൻ്റെ കരങ്ങൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സദയം കേൾക്കുന്ന സകല മാനവും മഹത്വം കർത്താവിന് തന്നെ ആയിരിക്കുന്നതാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്താവിഷയത്തിൽ എടുത്തിരിക്കുന്ന ബൈബിൾ ഭാഗം പുറപ്പാട് 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. മോശ ആടുകളെ മേച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു കാഴ്ച കാണുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മുൾപടർപ്പിന്റെ നടുവിൽ ഹല്ലേലൂയ, സ്തോത്രം, അഗ്നിയായി ദൂതൻ ഇറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ മുൾപടർപ്പ് കത്തി എരിഞ്ഞ് അരിയുന്നില്ല. ഹല്ലേലൂയ, സ്തോത്രം. മുൾപടർപ്പ് അങ്ങനെ കത്തിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മൾ പാപിയായി തീർന്നപ്പോൾ ആദി മാതാപിതാക്കൾ അത് ദൈവത്തിൻ്റെ വ്യവസ്ഥ തെറ്റിച്ചു. അല്ലെങ്കിൽ പിശാചിൻ്റെ ഇടപെടലുകൾ കീഴ്പ്പെട്ട് ആ പഴം കറിച്ച് കർത്താവ് തിന്നരുതെന്ന് പറഞ്ഞ പഴം പറിച്ച് തിന്നത് വഴി പാപിയായി തീർന്നു. അത് പിശാച് അവരിൽ ആധിപത്യം ആയിത്തീർന്നു. അങ്ങനെ ആണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവം അത് ഒരു ഭൂമിയായി അല്ലെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം എല്ലാം അത് പറഞ്ഞു തരികയാണ്. യഹോവയുടെ ദൂതൻ മുൾപടർപ്പിന്റെ നടുവിൽ, ഹല്ലേലൂയ, സ്തോത്രം. മുൾപടർപ്പെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, അത് ഒരു പോരാട്ടത്തിന്റെ ക്രമമാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അത് മുൾപടർപ്പെന്ന് പറയുമ്പോൾ പൈശാചികന്റെ ഇടവിൽ നമ്മളാക്കുന്ന വ്യക്തികളിൽ ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ, ഒരു മുൾപടർപ്പെന്ന പൈശാചികൻ നമ്മൾ ആധിപത്യം ഉറപ്പിച്ചിട്ടുണ്ട്. അതിന്റെ നടുവിലാ വെളിച്ചമാക്കുന്ന കർത്താവ് ഹല്ലേലൂയ, ഹാപ്പി ക്രിസ്മസ് വഴി ഈ ലോകത്തിൽ ജനനം എടുത്തത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അപ്പൊ കർത്താവ് തന്നെ ഒരു കാര്യം വേണം. മത്തായിയുടെ സുവിശേഷം 13-ന്റെ 35-ാമത്തെ വാക്യം എടുക്കുമ്പോൾ, ഞാൻ ഉപമ പ്രസ്താവിപ്പാൻ വായ് തുറക്കും, ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കും. അതായത് മറഞ്ഞിരിക്കുന്ന ക്രമങ്ങൾ ഗൂഢമായി അത് ഉച്ചരിക്കും. ദൈവത്തിന് അത് കർത്താവിന്റെ വരങ്ങൾ പോകപ്പെടേണ്ടവർ ഉണ്ടു എങ്കിൽ അത് ഏറ്റെടുത്ത് അതിലായി തീരേണ്ടതാകുന്നതാണ് അർത്ഥം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഈ മുൾപടർപ്പ് എന്ത് ചെയ്യുന്നു? തീ എരിഞ്ഞ് കത്തിക്കൊണ്ടിരിക്കുക. ദൂതൻ അതിൽ ഇറങ്ങിയ അപ്പോൾ ഹല്ലേലൂയ, മോശ നോക്കിയപ്പോൾ കത്തി എരിഞ്ഞ് തീരുന്നില്ല. അത് കൃപയുടെ കാലം. കർത്താവിന്റെ ജനനം മുതൽ ഈ ലോകത്തിൽ ഇപ്പോഴും കൃപയുടെ കാലമാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അതിന്റെ 14-ഉം 15-ഉം വാക്യങ്ങൾ എടുക്കുമ്പോൾ പുറപ്പാട് 3-ന്റെ 14-ഉം 15-ഉം അതിനെ ദൈവം മോശയോട്, ഞാൻ ആകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് ഇസ്രായേൽ മക്കളോട് പറയുക. ഹല്ലേലൂയ. ഞാനാകുന്നവൻ ആരാകുന്നു? ഞാനാകുന്നവൻ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഞാനാകുന്നെന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം, സിംപ്ലി ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ ചേർത്തിരിക്കുക. ഹല്ലേലൂയ. നമ്മൾ പറയുകയില്ലേ ഞാൻ എന്ന് പറയുന്നത് പോലെ അതിൽ നമ്മളെ ചേർത്തിരിക്കുകയാണ്. ദൈവത്തിന് ഞാനാകുന്നു. അതായത് ആദിമ കർത്താവിന്റെ വരവോടുകൂടി എന്താ ആയിത്തീർന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. മണവാട്ടി സഭയുടെ രൂപകൽപ്പന ആയി തീർന്നു കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഞാനും ആരാ? ഈ കർത്താവിൽ ഉണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അത് വേണമെങ്കിൽ ഞാനാകുന്നു എന്നുള്ളതിനെ തെളിയിക്കുവാൻ
പ്രിയപ്പെട്ടവരെ, അത് മത്തായിയുടെ സുവിശേഷം സ്തോത്രം ആമേൻ 1-ാം അധ്യായത്തിൽ 22-ാമത്തെ വാക്യം നോക്കുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവനെ കുറിച്ച് പറയുന്ന അവൻ നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവന് പേർ വിളിക്കപ്പെടും. അപ്പൊ നമ്മളുടെ പേര് ആരിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട്? കർത്താവിൽ പിതാവായ ദൈവത്തിൽ ചേർക്കപ്പെട്ട് കഴിഞ്ഞു. കർത്താവിന്റെ വരവോടുകൂടി മണവാട്ടി സഭ രൂപകൽപ്പന ആയി കഴിഞ്ഞു. സ്തോത്രം. എന്നിട്ട് അതിന്റെ 15-ാമത്തെ വാക്യം എടുക്കുമ്പോൾ, പുറപ്പാട് 15, ഞാൻ ആരുടെയൊക്കെ ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്നത് അല്ല, ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് പറയുന്നു. അപ്പോൾ എന്ത് പറയണമെന്ന് ഇസ്രായേൽ മക്കളോടുത്ത് മോശ ചോദിച്ചു, ആര് എന്നെ പറഞ്ഞയച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാനാകുന്നു നിങ്ങൾ അയച്ചിരിക്കുന്നത് ഇസ്രായേൽ മക്കളോട് പറയുവാൻ വേണ്ടി പറയുന്നു. എന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടെ അവർക്ക് ഇസ്രായേൽ മക്കളോട് പറഞ്ഞു കൊടുക്കണം, ഞാൻ അബ്രഹാമിന്റെ ദൈവം ഇസ്ഹാക്കിന്റെ ദൈവം യാക്കോബിന്റെ ദൈവവും ആകുന്നു എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ മണവാട്ടിയുടെ സഭയുടെ ഞാനാകുന്ന കർത്താവിൽ നമ്മൾ ചേർക്കപ്പെട്ട് കഴിഞ്ഞു. പിതാവായ ദൈവത്തിൽ നമ്മൾ ചേർക്കപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ കർത്താവിലായി തീർന്നു എന്ന് പറഞ്ഞത് യെശയ്യാവ് 49-ന്റെ 15-ഉം 16-ഉം വാക്യങ്ങൾ, ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും നമ്മളെ അവൻ മറക്കുകയില്ല. കാരണം എന്താ? ക്രൂശിൽ ചെയ്യേണ്ടതെല്ലാം കർത്താവ് ചെയ്തു കഴിഞ്ഞത് വിശ്വസിക്കുന്നവർക്കാ അത് മറക്കാതിരിക്കുന്നത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ, 16-ാമത്തെ, ഇതാ ഞാൻ നിന്റെ എൻ്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ. ഈ മതിലുകൾ എന്ന് പറഞ്ഞതാകുന്നു ഈ മുൾപ്പടപ്പ്. ഈ മുൾപ്പടപ്പിന്മേലെ ആകുന്നു തേജസ്സാകുന്ന കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. ഇറങ്ങി അവൻ കത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഇതുവരെ ചെയ്ത തെറ്റുകൾക്ക് ഒന്നും അവൻ അതിന് കണക്കിടാതെ ഇപ്പോഴും തിരിയുന്നവർക്ക്, മനസ്സ് തിരിഞ്ഞ് കർത്താവിലായി തീരുന്നവർക്ക് ഈ വലിയ രക്ഷയുടെ അനുഭവത്തിലേക്ക് ആയിത്തീരുവാൻ കഴിയും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആയതിനാൽ ഇപ്പോൾ ഒരു നല്ല സമയം. നമ്മൾ മുൾപ്പടപ്പിന് നടുവില, ഈ പൈശാചിക പോരാട്ടത്തിന്റെ നടുവില, ആദിമാതാപിതാക്കൾ പാപം ചെയ്തത് വഴി, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ആ പാപത്തിന്റെ കറയുടെ കീഴിൽ നമ്മൾ ആയെങ്കിൽ യേശു അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമുണ്ട് എന്ന് വിശ്വസിക്കണം. ഇത് എഫേസ്യർ 1-ന്റെ 7-ാമത്തെ വാക്യമാ. ഇത് നമ്മൾ വിശ്വസിച്ച് കർത്താവിൽ കൃപ പ്രാപിക്കണം. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പ് ഉണ്ട്. ഇനി ഹല്ലേലൂയ, സ്തോത്രം. ഊമകളാണ് ആ വഴിയെ കർത്താവ് സംസാരിച്ചിട്ടുള്ളൂ. ഏറെക്കുറെ 99% ഊമകൾ വഴിയെ സംസാരിച്ചിട്ടുള്ളൂ. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ അതിന്റെ 31-32 വാക്യങ്ങൾ എടുക്കുമ്പോൾ മറ്റൊരു ഊമ അവർക്ക് കർത്താവ് പറഞ്ഞു കൊടുത്തു. സ്വർഗരാജ്യം കടുകുമണിയോട് സദൃശം. സ്വർഗരാജ്യം കടുകുമണിയോട്. ഇതുവരെ കേട്ട വചനങ്ങളെല്ലാം നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയം അടിത്തട്ടിൽ അത് പ്രയോജനപ്പെടാതെ വണ്ണം അടിത്തട്ടിൽ ഉറഞ്ഞു കിടക്കുന്ന അത് കടുകുമണിയോട് സദൃശമാകുന്ന കർത്താവ് പറയുന്നത്. സദൃശം. അത് ഒരു മനുഷ്യനെ എടുത്ത് തന്റെ വയലിൽ ഇട്ടു. അത് വിത്തിൽ ഏറ്റവും ചെറുതാണെങ്കിലും അതിന് നമ്മുടെ കണ്ണുനീരിന്റെ അനുഭവത്തിൽ ആ ചെറിയ വിത്താക്കുന്ന ആ കടുകുമണിയെ കണ്ണീരൊഴുക്കി ഒഴുക്കി 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 അത് വരുമ്പോൾ അത് മുളച്ച് അത് കൊമ്പുകളിട്ട് ശിഖരങ്ങളിട്ട് അത് വൃക്ഷങ്ങളിൽ വലുതായിത്തീരും. വൃക്ഷങ്ങളിൽ വലുതായി തീരുമ്പോൾ എന്താ സംഭവിക്കും? അതിന്മേൽ പക്ഷികൾ വന്ന് രാപ്പാർക്കും. ഈ ചെറു കടുകുമണിയോളം കേട്ട വചനം നമ്മുടെ മനസ്സിന്റെ അടുത്തിട്ട് കിടക്കുന്ന കണ്ണുനീരുകളാൽ അത് മുളപ്പിച്ചെടുക്കുമ്പോൾ അതിൽ ഇലകൾ വീശും, കൊമ്പുകൾ വരും. അതിൽ വന്ന് ചെറിയ സ്തോത്രം ആമേൻ
പ്രാണികളല്ല, അത് പക്ഷികൾ പരിശുദ്ധാത്മാവ് വന്ന് പാർക്കുന്നതാ. ആ കൊമ്പുകൾ നാം ആകുന്ന വ്യക്തികളിൽ പരിശുദ്ധാത്മാവ് പാർക്കുന്നതോടുകൂടി നമ്മൾ സ്വർഗരാജ്യത്തില് ആയി കഴിഞ്ഞു. അടുത്ത് അതിന്റെ തന്നെ സ്വർഗരാജ്യത്തിലായി തീർന്നു കഴിഞ്ഞു. ഇനി ഹല്ലേലൂയ, ഈ കൊമ്പുകൾ വീശി ഈ കർത്താവാകുന്ന വചനത്തിൽ കൊമ്പുകൾ അത് വിരിഞ്ഞത് എങ്ങനെയാ? ഹല്ലേലൂയ, കണ്ണുനീരുകൾ ഒഴിച്ചു അല്ലാതെ ഈ ദൈവമായ കർത്താവ് നമുക്ക് തന്ന വചനത്തെ അത് വിളയിച്ചു വരുവാൻ വേറെ മാർഗമില്ല. നമ്മുടെ കണ്ണുനീർ തന്നിരിക്കുന്നത് എന്തിനാ പ്രിയപ്പെട്ടവരെ? അത് ഹല്ലേലൂയ നമുക്ക് വേണ്ടി, നമ്മുടെ ആത്മീയ പരിവർത്തനം കരയുവാൻ വേണ്ടി, കണ്ണുനീർ വാർക്കാൻ വേണ്ടിയാ. അത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യേണ്ടത് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഈ മത്തായി 18:33-34 വാക്യങ്ങൾ എടുക്കുമ്പോൾ അവൻ മറ്റൊരു അവരോട് പറഞ്ഞു, സ്വർഗരാജ്യം പുളിച്ച മാവിനോട് സദൃശം. അതൊരു മനുഷ്യൻ ഒരു സ്ത്രീ എടുത്ത് 3 പറ മാവ് പുളിച്ചു വരുവോളം അടക്കി വെച്ചു. 3 പറ മാവ്. ഞാൻ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മ വസിക്കാനുള്ള ഒരു ക്രമം ഉണ്ട്. സ്തോത്രം. അത് പുളിച്ച് വരുവോളം എന്ന് പറയും. ഈ കടുകുമണിയാക്കുന്ന, ഈ സ്വർഗരാജ്യമാക്കുന്ന കർത്താവ് ഉപമകളെ തന്നുള്ള വചനങ്ങൾ എല്ലാം മുളച്ച്, കണ്ണുനീരിന്റെ അനുഭവം മുളച്ച് വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് കൊമ്പുകൾ ഇടുമ്പോൾ ഹല്ലേലൂയ, അതില് ശിഖരങ്ങൾ വീശുമ്പോൾ അതില് പറവകളൊന്ന് പാർക്കുന്നതാ. പരിശുദ്ധാത്മാവെന്ന് പാർക്കുന്നത്. പരിശുദ്ധാത്മാവെന്ന് പാർത്ത് കഴിഞ്ഞാൽ പിതാവുണ്ട്, പുത്രനുണ്ട്. പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. അതാ ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്വർഗരാജ്യം, ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ പുളിച്ച മാവിനോട് സദൃശം. അത് ഹല്ലേലൂയ വിശ്വാസത്താൽ അത് നമ്മൾ ഉൾക്കൊണ്ട് അതിന് ഹല്ലേലൂയ സ്തോത്രം ചെറിയ കടുകുമണിയായ ഈ കേട്ട വചനങ്ങളെല്ലാം അത് കണ്ണുനീരോടുകൂടി അതിൽ കണ്ണുനീർ ഒഴിക്കുമ്പോൾ അത് മുളയ്ക്കും. അത് മുളച്ചു ഇലകൾ ഇട്ട് അതിൽ കൊമ്പുകൾ വീശി വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ സ്തോത്രം, ഈ കർത്താവാക്കുന്ന ഈ തന്ന ഈ കടുകുമണിയാക്കുന്ന ഈ ചെറിയ കടുകുമണിയാക്കുന്ന ആ വചനമാക്കുന്ന വിത്ത് മുളച്ചു വരുമ്പോൾ പ്രിയപ്പെട്ടവരെ, മുൾപ്പടർപ്പിന്റെ ആധിപത്യം അവിടെ തീർന്ന് കഴിയാറായിക്കൊണ്ടിരിക്കും. നമ്മളും നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ടെന്ന് വിശ്വസിച്ച് ഇത് കർത്താവിന്റെ വരവോടുകൂടി മണവാട്ടി സഭ വന്നു കഴിഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ എടുക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, മണവാട്ടി ഉള്ളവൻ മണവാളൻ ആക്കുന്നു, മണവാളന്റെ സ്നേഹിതനോ നിന്ന് മണവാളന്റെ സ്വരം കേട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഹല്ലേലൂയ. അത്യന്തം സന്തോഷിക്കും. ഈ എന്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അവൻ വളരണം, ഞാനോ കുറയണം. കർത്താവ് വളരുന്നതാ. ഈ ചെറു കടുകുമണിയായ അത് മുളച്ചു അതിന്റെ ഇലകൾ വിട്ടു കുറമ്പുകൾ ഇട്ട് വന്നൊരു പരിശുദ്ധാത്മാവ് പാർക്കുന്നതാ. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. പാർക്കുന്ന ഞാനോ കുറയണം, അവനോ വളരണം. കർത്താവ് നമ്മളിൽ വളരണം. ഇനിയും ഒന്നുകൂടെ എടുക്കുകയാണെങ്കിൽ ഈ ഉൾപ്പടർപ്പ് മാറി വരേണ്ടത് എഫേസ്യർ ഹല്ലേലൂയ സ്തോത്രം 1-ാം അധ്യായം 4 മുതൽ 6-7 വാക്യങ്ങൾ 4 മുതൽ എടുക്കുമ്പോൾ നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിനെ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം ദത്തെടുക്കേണ്ടതിനെ അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യം നൽകുക തന്റെ കൃപാമത്തിന് പോഴ്ചയ്ക്കായി സ്നേഹത്തിൽ ഉന്നിമിക്കുകയും ചെയ്തുവല്ലോ. ഹല്ലേലൂയ. ഇത് ക്രൂശിൽ അവന്റെ നിലവിളിയെല്ലാം ദത്തെടുക്കൽ പ്രക്രിയ നടന്നിരിക്കുന്നത്. നമ്മളെ തെരഞ്ഞെടുപ്പ് എപ്പോഴാ? ലോകസ്ഥാപനത്തിന് മുമ്പേ
ഇത് ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഈ തിരുവചനങ്ങൾ കേൾക്കുമ്പോൾ അവർ കർത്താവിന്റെ രക്ഷിതമായി സ്വീകരിക്കുകയും നമ്മളിൽ വാസം ചെയ്യുന്ന മുൾപ്പടപ്പിന്റെ അനുഭവങ്ങളെല്ലാം യേശുവിന്റെ രക്തത്താൽ അഴിഞ്ഞു മാറുകയും ചെയ്യും. അവന് നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇനി ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഈ മുൾപ്പടപ്പ് അഴിയേണ്ട ക്രമം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ആത്മാവിൽ ദരിദ്രരായി തീരുന്നവർ ഭാഗ്യവാന്മാർ. ആത്മാവിൽ കർത്താവിൽ ഞാൻ ദരിദ്രരായി തീരുമ്പോ മുൾപ്പടപ്പ് അഴിയുകയും കർത്താവ് ഞാനും ഒന്നായി തീരുകയും ചെയ്യും. ആത്മാവിൽ ദരിദ്രരായി തീരുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം. അടുത്ത അതിന്റെ 6-ാമത്തെ വാക്യം എടുക്കുമ്പോൾ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് തൃപ്തി വരും. ഈ നീതി എന്നവർ നീതിമാന കർത്താവൻ വിശന്ന് ദാഹിക്കുമ്പോൾ അവർക്ക് ദൈവത്തിന് സ്തോത്രം. വിശന്ന് ദാഹിക്കും മുൾപ്പടപ്പ് എന്നിൽ നിന്നും അഴിഞ്ഞു മാറപ്പെടും. അങ്ങനെ കർത്താവിന്റെ കൃപ ഞാനും കർത്താവ് ഒന്നായി തീരും. ആ ക്രമത്തിൽ വരെ വിശന്ന് ദാഹിക്കണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാനാക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ കർത്താവിന് വിശന്ന് ദാഹിക്കുമ്പോഴാണ് അത് ആയിത്തീരുന്നത്. ഇനി ഒന്നുകൂടെ എടുക്കാമെങ്കിലും സങ്കീർത്തനത്തിന്റെ ഭാഗം എടുക്കുമ്പോൾ 34-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം എടുക്കുമ്പോൾ, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, എന്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു. പ്രാർത്ഥിക്കണം. ഇന്ന് നിങ്ങൾക്ക് ഭയപ്പെടേണ്ട ക്രമങ്ങളുണ്ടോ എന്ന് അതിൽ നിന്ന് വിടുവിക്കേണ്ട ഉത്തരവാദിത്വം കർത്താവിനാ. എന്നിട്ട് ദാവീദ് പറയുക, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. ഈ എളിയവനെന്നൊരു ഞാനും കർത്താവും ഒന്നിച്ചാകുന്ന ക്രമം നിലവിളിച്ചു. യഹോവ കേട്ടു, തന്റെ സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. യഹോവയുടെ ഭക്തന്മാർക്ക് ചുറ്റും ദൂതന്മാർ പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഈ മുൾപ്പടപ്പുകൾ വിടുവിക്കുവാൻ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയും കർത്താവിൽ ആശ്രയം മാത്രമേ ഉള്ളൂ. ഈ മുൾപ്പടപ്പ് അഴിഞ്ഞാലേ ഞാനും കർത്താവിന്റെ വരവ് അപ്പോഴാ വരവ് ആകുന്നത്. ഈ തിരുവചനത്താൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കട്ടെ. കേൾക്കുന്നവര് ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ, കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക്, നിങ്ങൾക്ക് ആത്മീയ മുന്നേറ്റം വേണമെന്നുള്ളവർക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, ഈ മെസ്സേജ് ഷെയർ ചെയ്ത് അവരും കർത്താവിലായിത്തീരുവാൻ അവരെയും സഹായിക്കുക. അതുവഴി നിങ്ങളും ആത്മീയ പരിവർത്തനം ഉണ്ടാകുന്ന കർത്താവിൽ ആയിത്തീരുവാനും കർത്താവ് സഹായിക്കും. ഈ തിരുവചനത്തിൽ കർത്താവ് നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവെ, ഈ തിരുവചനം പറയാൻ സഹായിച്ച കർത്താവിന് നന്ദി. കൃപയാൽ കേട്ടവർക്കെല്ലാം ആശ്വാസം പ്രാപിക്കുവാനും കർത്താവിൽ നന്മ പ്രാപിക്കാനും കർത്താവിൻ്റെ വരങ്ങൾ എടുക്കപ്പെടുവാനും ഇനി അവർ ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ അവർക്ക് വിടുതലും ആശ്വാസങ്ങളും ഉണ്ടാവാൻ സഹായിക്കണം. സകലം കർത്താവിൻ്റെ കരങ്ങൾ താഴ്ത്തി പ്രാർത്ഥിക്കുമ്പോൾ അടിയൻ്റെ യാചന സകലമാനം